Hi, this is Ajay. Welcome to TechLog. കുറച്ച് നാൾ കൊണ്ട് തന്നെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ നിന്ന് പ്രീമിയം സെഗ്മെന്റിലേക്ക് കുതിച്ചു കയറിയ ഒരു ബ്രാൻഡാണ് OnePlus. ആ OnePlusന്റെ ഏറ്റവും പ്രീമിയം ഫോൺ ആണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, OnePlus 8 Pro. ഈ ഒരു ഫോണാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു TechLog. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ബോക്സിൻ്റെ മുകളിലായി 8 എന്നൊരു ലോഗോയും വശങ്ങളിലായി OnePlus 8 Pro എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു OnePlus 8 Pro നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഫോൺ അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്ത ഒരു വൈറ്റ് ബോക്സിൽ കുറേ പേപ്പേഴ്സ് ഇറങ്ങിയിരിക്കുന്നത് കാണാം. ആദ്യം തന്നെ റെഡ് കേബിൾ ക്ലബ് എന്ന് പറയുന്ന OnePlusൻ്റെ ഒരു കാർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാർ വാല്യൂസ് അടങ്ങിയിരിക്കുന്ന ഒരു പേപ്പർ, പ്ലാസ്റ്റിക് റീസൈക്കിൾ എന്ന മറ്റൊരു പേപ്പർ, OnePlusന്റെ എല്ലാ ഡിവൈസിനോടൊപ്പം വരുന്ന നെവർ സെറ്റിൽ നിന്നൊക്കെ എഴുതിയ ഒരു സ്റ്റിക്കർ കാണാൻ സാധിക്കുന്നുണ്ട്. സ്മൈലിംഗ് ഫേസോട് കൂടി സിമുലേറ്റഡ് ടൂൾ, സേഫ്റ്റി ഇൻഫോർമേഷൻ, അതുപോലെ OnePlusന്റെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഇതിനോടൊപ്പം ഉണ്ട്. ഇതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹായ് ദേർ, ദിസ് ഈസ് യുവർ OnePlus ബ്ലാ 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 ഏതാണ്ടൊക്കെയാണ്. നമുക്ക് തൽക്കാലം ഇതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അടുത്തതായി OnePlusന്റെ കേസിന് കോവിഡ് ടെസ്റ്റിന്റെ പകുതി ക്യാഷ് കൊടുക്കേണ്ട ഈ ഒരു സമയത്ത് സിലിക്കൺ കേസ് OnePlusനൊപ്പം തരുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയമാണ് ഈ ഒരു കേസ്. നെവർ സെറ്റിൽ നിന്നൊക്കെ ഒരു 3D പ്രിന്റഡ് രീതിയിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട്, കൊള്ളാം. അതായത് OnePlusന്റെ 30T എന്ന വാപ്പ് ചാർജ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 30 വാട്ട്സ് ആണ് അതിൻ്റെ ഔട്ട്പുട്ട്. അതുപോലെ തന്നെ റെഡ് കളറിൽ തന്നെ വരുന്ന OnePlusന്റെ C ടൈപ്പ് കേബിൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വെൽക്കം ലെറ്ററും മറ്റ് പേപ്പേഴ്സൊക്കെ നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫോണിലേക്ക് കിടക്കാം. 6.55 ഇഞ്ച് വരുന്ന ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് OnePlus 8 Pro വന്നിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 865 പ്രോസസ്സറും 5G ചിപ്സെറ്റും ഇതിൽ അടങ്ങിയിരിക്കുന്നു. NFC സപ്പോർട്ട് ഇതിനൊപ്പം ഉണ്ട്. 8GB റാമും 12GB റാം എന്നീ രണ്ട് വേരിയൻ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. സ്റ്റോറേജ് വരുമ്പോൾ 128GBയിലും 250GBയിലും ഈ ഒരു ഡിവൈസ് അവൈലബിൾ ആണ്. ഇനി 14 മെഗാ പിക്സലിൻ്റെ സോണി IMX689 മെയിൻ ക്യാമറയാണ് ഇതിൽ വന്നിരിക്കുന്നത്. OIS ആൻഡ് EAS സപ്പോർട്ടാണ്. 14 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇതിനൊപ്പം വരുന്നുണ്ട്. 8 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ്, അതുപോലെ തന്നെ 5 മെഗാ പിക്സൽ കളർ ഫിൽറ്റർ ക്യാമറയും ഇതിനൊപ്പം വരുന്നുണ്ട്. റിവേഴ്സ് ചാർജിംഗ് സപ്പോർട്ടാണ്. 8GB റാം വേരിയന്റിന് 55,000 റുപ്പീസും 12GB റാം വേരിയന്റിന് 60,000 റുപ്പീസുമാണ് OnePlus ചാർജ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് അൺറാപ്പ് ചെയ്യാം. വളരെ പ്രീമിയം ഫീൽ തന്നെയാണ് കയ്യിൽ ആദ്യമായിട്ട് ഈ ഫോൺ വെക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പ്രീമിയം ഫീലിൽ നോക്കി ഈ ഫോൺ എടുക്കുന്നതിൽ ഒരിക്കലും നിരാശപ്പെടില്ല. ഫിംഗർ പ്രിന്റ് മാഗ്നറ്റാണ്, ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും ഈ ഫോണിനൊപ്പം വരുന്നുണ്ട്. വലവശത്തായിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. പിന്നെ OnePlusൽ സാധാരണയായി കണ്ടുവരുന്ന ടെക്സ്റ്റോട് കൂടിയ ഒരു അലൈൻ സ്ലൈഡർ നമുക്ക് വലതുവശത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇടതുവശത്തായിട്ടാണ് വോളിയം റോക്കേഴ്സ് വരുന്നത്. ഇനി താഴേക്ക് വരുമ്പോൾ ഒരു സ്പീക്കർ കാണാൻ സാധിക്കും, USB-C പോർട്ട്, മൈക്ക്, അതുപോലെ തന്നെ സിം ട്രെയിൻ കാണാൻ സാധിക്കുന്നുണ്ട്. നോ കൺട്രോളിങ്, ഹെഡ്ഫോൺ ജാക്കും ഇല്ല, അഡാപ്റ്ററും ഇല്ല. മുകൾ വശത്തായിട്ട് ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്കും കാണാൻ സാധിക്കും. ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് OnePlus 8 Pro വന്നിരിക്കുന്നത്. ഒരു OnePlusന്റെ ലോഗോയും അതിനോട് ചേർന്ന് താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യം ശരിയാണ്, ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എന്ന് മാത്രമേ ഈ ഒരു ഫോണെ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. ഡിസ്പ്ലേയിലേക്ക് വരാം. 6.55 ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് OnePlus 8 Proയിൽ വന്നിരിക്കുന്നത്. വളരെ റെസ്പോൺസീവ് ആണ്. ഫുൾ HD+ലും ക്വാഡ് HD+ലും ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ക്വാഡ് HD+ൽ ഇടുമ്പോൾ ബാറ്ററി വളരെ ചെറിയ രീതിയിൽ ഡ്രെയിനിങ് ഞാൻ കണ്ടു. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ കൂടെയാണ് ഈ OnePlus 8 Pro. വളരെ ഫ്ലൂയിഡ് ആയിട്ടൊരു ബട്ടർ സ്മൂത്ത് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. 120Hz ഇടുമ്പോഴത്തേനും ക്യാമറ 60 FPS മാത്രമേ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഡിസ്പ്ലേയുടെ ഭാഗത്തു നിന്ന് വളരെ മികച്ചൊരു ഫീഡ്ബാക്ക് തന്നെ കിട്ടുന്നുണ്ട്. 60Hz 120Hz ഇങ്ങനെ രണ്ട് റിഫ്രഷ് റേറ്റ് സെലക്ട് ചെയ്യാൻ ഇതിൽ സാധിക്കും. പക്ഷേ ഇതിനിടയ്ക്കുള്ള 90Hz എന്നൊരു ഓപ്ഷൻ ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല 90.8% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അപ്പോൾ തന്നെ മനസ്സിലാകാൻ സാധിക്കും മൂവീസും മറ്റും കാണുമ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഫ്രണ്ട് ക്യാമറ വരുന്നൊരു പഞ്ച് ഹോൾ ഡിസൈനിലാണ്. അത് ലെഫ്റ്റ് സൈഡിലേക്ക് മാറി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഗെയിംസ് കളിക്കുമ്പോഴും അതുപോലെ തന്നെ മൂവീസ് കാണുമ്പോഴും നമ്മുടെ ഈ തമ്പ്, എസ്പെഷ്യലി ഗെയിംസ് കളിക്കുമ്പോൾ നമ്മുടെ ഈ തമ്പ് ഈ ക്യാമറ കവർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഈ ഒരു ക്യാമറ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. വളരെ വലിയൊരു ഡിസ്പ്ലേയാണ് OnePlus 8 Pro കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും കേർവ്ഡ് ആയിട്ടുള്ള എഡ്ജസ് കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹാൻഡി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഫോൺ. മാത്രമല്ല അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉണ്ടെങ്കിൽ പോലും നല്ല വൃത്തിക്ക് തന്നെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് OnePlus. സോ കൈ വെക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 8 Proയുടെ 8GB റാമും 256GB ഇന്റേണൽ ഒരു വേരിയൻ്റാണ് എൻ്റെ എടുക്കുന്നത്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 10ലും അതുപോലെ തന്നെ Oxygen 10ലുമാണ് ഈ ഫോൺ വരുന്നത്. ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ് തന്നെ തരുന്നുണ്ട്. പക്ഷേ ക്വാഡ് HD+ലും അതുപോലെ 120Hz റിഫ്രഷ് റേറ്റ് ഇടുമ്പോഴും ചെറിയ രീതിയിലുള്ള ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂസ് വരുന്നുണ്ട്. ഫുൾ HD+ ഇടുമ്പോൾ ഇതിന് ആ ഒരു പ്രോബ്ലം മാറുന്നുണ്ട്. ഇനി 30 വാട്ട്സ് വാപ്പ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന 4510 mAh ഒരു ബാറ്ററിയാണ് OnePlus 8 Proയിലുള്ളത്. 23 മിനിറ്റ് കൊണ്ട് തന്നെ 50% എത്താൻ ഈ ഒരു ഫോണിന് സാധിക്കുന്നുണ്ട്. അതും വാപ്പ് ചാർജർ യൂസ് ചെയ്യുമ്പോൾ മാത്രം. അതുപോലെ മറ്റൊരു ഫീച്ചറാണ് 30 വാട്ട്സിന് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വയർലെസ് ചാർജിങ് വഴി 50% ചാർജ് 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ കൈവരിക്കാൻ OnePlus 8 Proന് കഴിയുന്നുണ്ട്.
വയർലെസ് ചാർജിങ് പോലെ തന്നെ 3 വാട്ട്സിൻ്റെ റിവേഴ്സ് ചാർജിങ്ങും OnePlus 8 Proയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ സൗണ്ട് ക്വാളിറ്റിയാണ് സാറേ ഇവൻ്റെ മെയിൻ. കാരണം ഡോൾബി ഓട്മോസ് ആണ് വരുന്നത്. ഡൈനാമിക്, മൂവി, മ്യൂസിക് എന്നീ 3 മോഡുകളാണ് വരുന്നത്. ഞാൻ തൽക്കാലം ചെറിയൊരു സാമ്പിൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇട്ട് തരാം. ഓക്കെ, ഇനി സിം ട്രൈയിലേക്ക് വരാം. 2 വശങ്ങളായി 2 സിം ഇടാവുന്ന രീതിയിലാണ് ഈ സിം ട്രൈ ക്രമീകരിച്ചിരിക്കുന്നത്. 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട് OnePlus 8 Pro. നോഡിലൊക്കെ കണ്ടുപോലുള്ള ഒരു സെയിം സിം ട്രൈ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. OnePlus 8 Pro വന്നിരിക്കുന്നത് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫിലാണ്. അതുപോലെ തന്നെ ഒരു റെഡ് കളറിലുള്ള ഒരു റബ്ബർ ബീഡിങ് അല്ലെങ്കിൽ ഒരു റിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. OnePlus 8 Pro വാട്ടർ പ്രൂഫ് ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല ഈ ഫോൺ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് സോറി പറയുന്നു, മാമയോടൊന്നും തോന്നല്ലേ. ഇനി ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞ മിന്നൽ OnePlus എന്ന് പറയാൻ പറ്റും. ഇനി ക്യാമറയിലേക്ക് കിടക്കാം. ക്യാമറയാണല്ലോ അതിൻ്റെ മെയിൻ. അൾട്രാ വൈഡ്, നോർമൽ, ടെലിഫോട്ടോ എന്നീ മോഡുകളിലാണ് ഫോട്ടോസ് എടുക്കാൻ സാധിക്കുക. ഫോട്ടോസ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ക്രിസ്പ് ആൻഡ് ക്ലിയർ എന്ന് തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ OnePlus 8 Proയുടെ ക്യാമറയെ പറ്റി യാതൊരു കംപ്ലയിൻറ്റ് പറയാനില്ല. നല്ല ക്ലിയർ ഫോട്ടോസാണ് കിട്ടുന്നത്, അതിന് യാതൊരു തർക്കമില്ല. 14 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 14 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈഡിലും നോർമൽ മോഡിലും 14 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും 14 മെഗാ പിക്സലിൽ എടുക്കുന്ന ഫോട്ടോസ് കുറച്ചുകൂടെ ഡീറ്റെയിൽ കൂടുതലാണ് കമ്പയർ ടു 12 മെഗാ പിക്സൽ ഫോട്ടോസ്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ചെറിയ സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് അൾട്രാ വൈഡിൽ എടുത്തിരിക്കുന്ന ഫോട്ടോയാണ്. ഇത് നോർമലിലേക്ക് വരുന്നു. ടെലിഫോട്ടോയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയിരിക്കും. 30x സൂമിൽ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. വീഡിയോസിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും വിശാലമായ സെറ്റിംഗ്സ് ആണ് കാണാൻ സാധിക്കുക. ഫുൾ HD 60 FPS-ലും 4K-ലും 60 FPS-ലും അതുപോലെ 4K ഫിനിഷ് 60 FPS-ലും വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ OnePlus 8 Proയിൽ സാധിക്കുന്നുണ്ട്. നമ്മൾ നോഡിൽ കണ്ട പോലെയുള്ള ഒരു സൂപ്പർ സ്റ്റേബിൾ മോഡ് ഇതിലും ഉണ്ട്. അതുപോലെ തന്നെ കുലുക്കമില്ലാത്ത രീതിയിൽ വീഡിയോസ് എടുക്കാൻ ഈ ഒരു ഡിവൈസ് സാധിക്കുന്നുണ്ട്. വളരെ മികച്ചൊരു സ്റ്റെബിലൈസ്ഡ് വീഡിയോ തന്നെയാണ് OnePlus 8 Proയിൽ നിന്ന് കിട്ടുന്നത്. കാരണം ഞാനിപ്പോൾ സാധാരണ രീതിയിൽ തന്നെയാണ് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു ഫുട്ടേജ് തന്നെ OnePlus 8 Proയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഇനി മൈക്കിൻ്റെ ക്വാളിറ്റി പറയുമ്പോഴും ഒട്ടും പിന്നിലല്ല OnePlus 8 Pro. നല്ല മികച്ചൊരു ക്വാളിറ്റി തന്നെ ഈ ഡിവൈസിൽ നിന്ന് കിട്ടുന്നുണ്ട്. OnePlus 8 Proയുടെ ഫ്രണ്ട് ക്യാമറയിലാണ് ഞാനിപ്പോൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ HD 30 FPS-ലാണ് ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോസ് എടുക്കാൻ സാധിക്കുക. നല്ലൊരു ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒട്ടും മോശമല്ലാത്ത ഒരു പ്രകടനമാണ് ഈ ഫ്രണ്ട് ക്യാമറ കാഴ്ചവെക്കുന്നത്. ചില ടെക്നിക്കൽ എറേഴ്സ് കാരണം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ക്യാമറയാണ് ഈ 5 മെഗാ പിക്സൽ കളർ ക്യാമറ. സോ അതുകൊണ്ട് തന്നെ OnePlus തൽക്കാലത്തേക്ക് ഈ ഒരു ക്യാമറ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. അതുപോലെ ആ കളർ എഫക്ട്സും കാര്യങ്ങളെല്ലാം മെയിൻ ക്യാമറയിലേക്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഭാവിയിൽ വരുന്ന ഒരു അപ്ഡേറ്റ് കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ മാറ്റിക്കൊണ്ട് ഈ ക്യാമറ വീണ്ടും വരുമെന്നാണ് OnePlus അറിയിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി പുറകിലേക്ക് വരുമ്പോൾ ക്യാമറ ബമ്പ് ചെറിയ രീതിയിലുണ്ട്. അതുപോലെ തന്നെ ഫോൺ ഏതെങ്കിലും ടേബിളിൻ്റെ മണ്ടയ്ക്ക് വെക്കുമ്പോൾ ചെറിയ രീതിയിലൊരു ആട്ടം ഫോണിന് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു സംഭവം നമുക്ക് നോഡിലും വന്നിരുന്നു. OnePlus 8 Proയിലും സിലിക്കൺ കേസ് ഇടുന്നതോടുകൂടി ആ ഒരു പ്രോബ്ലം മാറിക്കിടുന്നുണ്ട്. കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് ഒരുപാടുള്ളൊരു ഫോണാണ് OnePlus 8 Pro. ഇതിൽ നോക്കുകയാണെങ്കിൽ ലോക്ക് സ്ക്രീനിലുള്ള ക്ലോക്ക്, അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസ് ചെയ്യുമ്പോഴുള്ള ആനിമേഷൻ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വശങ്ങളായി തെളിയുന്ന ഹൊറിസോൺ ലൈറ്റ് എന്നീ കാര്യങ്ങളെല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ OnePlus 8 Proയിൽ സാധിക്കുന്നു. PUBG ഉണ്ടായിരുന്ന സമയത്ത് വളരെ നല്ലോണം പെർഫോം ചെയ്തൊരു ഫോണാണ് OnePlus 8 Pro. ഇത് PUBG നിരോധിക്കുന്നതിന് മുന്നുള്ള ഫോട്ടേജാണ്, അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ കാണാൻ സാധിക്കുക. മറ്റുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ഇല്ലാത്ത 90 FPS-ൽ നമുക്ക് ഗെയിംസ് കളിക്കാൻ OnePlus 8 Proയിൽ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ടെൻസെൻ്റ് PUBG നിരോധിച്ചിരിക്കുന്ന സമയമാണ്. സോ അതുകൊണ്ട് ഗെയിം പ്ലേ നമുക്ക് ഇതിൽ ഇടാൻ കഴിയുന്നതല്ല. എന്നിരുന്നാലും ഗെയിമിങ്ങിന് നല്ലൊരു ഫോൺ തന്നെയാണ് OnePlus 8 Pro. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഹീറ്റിംഗ് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ, വേറൊരു പ്രശ്നങ്ങൾ തോന്നിയിട്ടില്ല. ഇനി ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളി. കാരണം ഓക്സിജൻ നോയിസ് അടിപൊളി പെർഫോം ചെയ്യുന്നുണ്ട്. OnePlusൻ്റെ തന്നെ ഏറ്റവും പ്രീമിയം ഫോണാണ് OnePlus 8 Pro എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും മറ്റുള്ള പ്രീമിയം ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ഇടയിലെ ബഡ്ജറ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ OnePlus ഡിവൈസിനെ പറയാം. അതുപോലൊരു ഡിവൈസ് തന്നെയാണ് OnePlus 8 Pro. ഇനി ആരൊക്കെ ഈ ഡിവൈസ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറ, ഡിസ്പ്ലേ, ബാറ്ററി ലൈഫ്, ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കണം, വയർലെസ് ചാർജിങ്, അതുപോലെ തന്നെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യണം, വളരെ സ്ലിം ആയിരിക്കണം, അതുപോലെ തന്നെ പ്രീമിയം ലുക്കും വേണം, 5G കണക്ടിവിറ്റി വേണം, അതുപോലെ തന്നെ NFC വേണം എന്നീ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എടുക്കാൻ പ്ലാൻ ഉള്ള ഒരാൾക്ക് ഇതൊരു പെർഫെക്റ്റ് ചോയ്സ് ആണ്. കാരണം ബിലോ 55,000 എന്നൊരു സെഗ്മെൻറ്റിൽ ഇവനെ വെല്ലാം വേറൊരുത്താൻ ഇല്ലയെന്ന് തന്നെ പറയാൻ പറ്റും. സോ ഈ ഒരു ഫോണുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സ് ആയാലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു ഗഡ്ജറ്റുമായി വരുന്നിടം വരെ ബൈ.